ഈ മിമിക്രി എന്ന് പറഞ്ഞ് സാധാരണ കേട്ടിട്ടുണ്ട് മിമിക്രി അത് മിമിക്രിക്കാരൻ അവൻ അഭിനയിച്ചാൽ ശരിയാവൂല അങ്ങനെ പറഞ്ഞ് എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, എന്നെ മാറ്റി നിർത്തി എന്നോട് ചോദിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു നിർത്തപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പണ്ട് ജയറാമേട്ടൻ ആദ്യമായിട്ട് നായകനായി പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അമ്പലത്തിൽ പോയ കഥ, ഒരു വഴിപാട് നടത്തി എന്നുള്ള കഥ. അത് സിനിമാക്കാരല്ല, അത് നാടകക്കാരും മിമിക്രിക്കാരായിട്ട് ചെറിയൊരു ഒരു സമരം ഉണ്ടായിരുന്നു. അത് ശരി. മിമിക്രിയെ കലയായിട്ട് അംഗീകരിക്കാത്ത കൂട്ടരിലെ ആദ്യത്തെ കൂട്ടരായിരുന്നു നാടകക്കാർ. പിന്നീടാണ് സിനിമാക്കാരൊക്കെ വന്നത്. അപ്പൊ ഞാനും ഇവരൊക്കെ ആയിട്ട് ഏത് സമയത്തും ഒരു വാറ് നിലനിന്നിരുന്നു, ഒരു ശീത സമരം നിലനിന്നിരുന്നു നാടകക്കാരായിട്ട്. മിമിക്രി ഒരു കലാരൂപമല്ല, അത് 2 കൊല്ലം കഴിയുമ്പോൾ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുക, അതൊന്നൊരു കലയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്താണ് ജയറാമേട്ടന് പത്മരാജൻ, നമ്മുടെ സ്വന്തം ചെക്കൻ. അതെ. അപ്പൊ ആ ഒരു ബന്ധമുണ്ട്. ഞാൻ ജയറാമേട്ടനെ കണ്ടിട്ട് പോലും ഇല്ല, ജയറാം എന്ന് പറഞ്ഞ ആക്ടറിനെ കണ്ടിട്ട് പോലും ഇല്ല. നേരിട്ട് അല്ലാതെ പ്രോഗ്രാമിലൂടെ കണ്ടു. അപ്പൊ ഇങ്ങനെ പത്മരാജൻ വലിയ ഡയറക്ടർ, അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സൂപ്പർ ഹിറ്റുകളുടെ നാടകക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആളെ മിമിക്രിക്കാരനെ നായകനാക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഇവരുടെ അടുത്ത് വാർത്ത ഞാൻ എത്തിച്ചു. അറിഞ്ഞ പത്മരാജന്റെ അടുത്ത പടത്തിൽ ജയറാം എന്ന് പറഞ്ഞ പെരുമ്പാടുള്ള മിമിക്രിക്കാരനെ ഹീറോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പത്മരാജൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നിട്ടും അംഗീകരിക്കാനുള്ള പത്മരാജനെ അംഗീകരിക്കാൻ പറ്റില്ല. ആവശ്യമില്ല. അങ്ങനെ എൻ്റെ ഒരു വാശിയായിരുന്നു പിന്നീട്, ഈ നടനൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ. അതെന്റെ ഒരു തീർത്താത്തീരാത്തൊരു ആഗ്രഹം, ഇങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് എനിക്ക് കിട്ടണം, ഇയാളെ ഹീറോ ആയിട്ട് ഷൈൻ ചെയ്യണം. അത് വേറൊന്നിനുമല്ല, ഒരു ആത്മസംതൃപ്തി, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ വഴിപാട് കഴിക്കാണ് പോയി, ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട്. ഇയാളുടെ നക്ഷത്രം പോലും അറിഞ്ഞൂടാ. ഞാൻ ജയറാം എന്നാണ് പേര്, അത്രേ ഉള്ളൂ. ശാന്തിനോട്, ശാന്തി എന്റെ സുഹൃത്താ, രക്ഷപ്പെടുന്ന ആള്, അത്രേ ഉള്ളൂ. വഴിപാടൊക്കെ കഴിഞ്ഞു, അവരൻ സിനിമ റിലീസ് ചെയ്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് ഞാൻ. വല്ലപ്പോഴും കിട്ടുന്ന മിമിക്രിയുടെ പൈസ ഉള്ളൂ എനിക്ക്. ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു പറവൂരിന് ട്രക്കർ വിളിക്കുകയാണ്, കാറല്ല ട്രക്കർ. 150 രൂപ ഉണ്ട് ട്രക്കറിന്റെ വാടക. എനിക്കൊരു പരിപാടി കിട്ടണം 150 രൂപ, ടിക്കറ്റിന്റെ കാശ് വേറെ വേണം. അങ്ങനെ ഇത്രയും പൈസ ഞാൻ സ്വരൂപിച്ച് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് കവിതാ തിയേറ്ററിൽ കൊണ്ട് സിനിമ കാണിച്ചു. അതൊക്കെ ഒരു മെമ്മറി തന്നെയല്ലേ? അത് ഭയങ്കര ഓർമ്മയാണ്. ഇപ്പൊ അതിമനോഹരമായ വീടാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഞാൻ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് സലിമേട്ട. നിങ്ങൾ മറ്റേ എനിക്കൊന്ന് സ്റ്റേറ്റ് അവാർഡിന്റെ സമയത്താണ് നിങ്ങൾ എല്ലാവരും കൂടെ, നാഷണൽ അവാർഡിന്റെ സമയത്ത് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു, പുറത്തിരിക്കുന്നു. മക്കളൊന്ന് കുഞ്ഞു മക്കളുടെ മുന്നിൽ വെച്ച്. ഇതിനകം അതിലും ഭംഗിയാണ്, ഇതിനകം കാണാത്തവര് അതിലും രസമാണ്. നല്ല ഒരു മലയാളി തനിമയുള്ള വീട്. ചെണ്ട ഭയങ്കര ഇഷ്ടമാണോ? ചെണ്ട ഇഷ്ടമാണ്. വീടിന് ചുറ്റും ഇങ്ങനെ ചെണ്ട അല്ലേ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെണ്ട വായിക്കോ? ചെണ്ട അങ്ങനെ വായിക്കൂല. എനിക്ക് എന്താണ് ശാസ്ത്രീയമായിട്ടൊന്നും ചെണ്ട വായിക്കാനല്ല, അല്ലാതെ ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോ താലമൊക്കെ വരുമല്ലോ, കാവടി താലമൊക്കെ, അതിന്റെ കൂടെ ചെണ്ട കൊട്ടും. അതിന്റെ കൂടെ ചെണ്ട കൊട്ടാൻ. ഈ മിമിക്രി, ആക്ടിങ്, ഇതൊക്കെ ഇതൊന്നും അല്ലാതെ വേറെ എന്തൊക്കെയാണ് സലിമേട്ടന്റെ ഇഷ്ടങ്ങള്? അങ്ങനെ എല്ലാം ഇഷ്ടമാണ് എനിക്ക്. കൃഷി ഇഷ്ടമാണ്. കൃഷി ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, വായന ഇഷ്ടമാണ്. പണ്ട് മുതലേ വായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല വായന ഉണ്ടായിരുന്നു. വായന ഇഷ്ടമാണ്, ഇപ്പൊ കുറച്ച് കുറവാണ്. എന്നാലും എങ്ങനത്തെ ബുക്സ് ആണ് വായിക്കാറ്? നോവലും ചെറുകഥകളാണ് കൂടുതൽ. ഓക്കെ ഓക്കെ ഓക്കെ. അതൊക്കെ എങ്ങനെ, ബുക്കിന്റെ ശേഖരമൊക്കെ ഉണ്ട്? ഒരു ഭീകരമായിട്ടൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് ഒരു 700 ബുക്ക് ഉണ്ടാവും. കുറച്ച് പുസ്തകം ഉണ്ടാവും. മക്കളും വായിക്കോ? മക്കള് ഒരാള് നന്നായിട്ട് വായിക്കും.